നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ദുരൂഹത നിറഞ്ഞ മരണ വാർത്തകളാണ് കുറച്ചു ദിവസമായി വരുന്നത്. ഇതിലെല്ലാം വളരെ ചെറുപ്പ യുവാക്കളും യുവതികളുമാണ് മരണപ്പെടുന്നത്. പലതിലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഒരുപാടാണ്. ഇപ്പോൾ തിരുപ്പൂർ ഉദുമൽപേട്ടയ്ക്ക് സമീപം കുറിച്ചിക്കോട്ടെ മാനുപ്പെട്ടിയിൽ ഇരുചക്ര വാഹനം കുളത്തിലേക്ക് മറിഞ്ഞ് +1 വിദ്യാർത്ഥിനിയും 2 യുവാക്കളും മരിച്ചെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ദർശന 17 വയസ്സ്, ചെന്നൈ വേലച്ചേരി സ്വദേശി ആകാശ് 20 വയസ്സ്, വിദ്യാർത്ഥിനിയുടെ ബന്ധു മാരിമുത്തു 20 വയസ്സ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഒരു ഇരുചക്ര വാഹനത്തിലാണ് ഇവർ 3 പേരും സഞ്ചരിച്ചിരുന്നത്. ഇതിൽ വിദ്യാർത്ഥിനിയെ 3 ദിവസമായി കാണാനില്ലായിരുന്നു. രക്ഷിതാക്കൾ തളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്വേഷണം നടന്നു വരികയായിരുന്നു. അന്വേഷണത്തിൽ 3 ദിവസമായിട്ടും പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് മാനുപ്പെട്ടിയിൽ കൃഷിയിടത്തോട് ചേർന്നുള്ള കുളത്തിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി കാണാതായ പെൺകുട്ടിയാണ് മരിച്ചവരിൽ ഒരാളെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അടുത്തിടെ സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ചെന്നൈയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ആകാശും കുറിച്ചിക്കോട്ടയിലെ സ്വകാര്യ സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനി ദർശിനിയും സുഹൃത്തുക്കളായതെന്ന് പറയുന്നു. അതിനാൽ നേരിട്ട് കാണാനാണ് ആകാശ് ഉദുമൽപേട്ടയിൽ എത്തുന്നത്. വീടിനടുത്തുള്ള മാരിമുത്തുവിനെയും കൂട്ടിയാണ് ആകാശിനെ കാണാനായിട്ട് പെൺകുട്ടി ചെന്നത്. തുടർന്ന് 3 പേരും മോട്ടോർ സൈക്കിളിൽ മാനുപ്പെട്ടി ഇളയമുത്തു റോഡിലൂടെ പോകുമ്പോഴായിരുന്നു അപകടം. ഒരു വളവിന്റെ സമീപത്തെ കുളത്തിൽ നിന്നാണ് മോട്ടോർ സൈക്കിളും മൃതദേഹങ്ങളും വീണ്ടെടുത്തത്. ആരാണ് വണ്ടി ഓടിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. അമരാവതി നഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഉദുമൽപേട്ട സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടെയുള്ളവരും ഈ പെൺകുട്ടി എങ്ങനെ എത്തി, തട്ടിക്കൊണ്ടുപോയതാണോ, അവരുമായിട്ടുള്ള പെൺകുട്ടിയുടെ അടുപ്പം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് സംശയം ഉന്നയിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. മൊബൈൽ ഫോൺ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതേസമയം കേരളത്തിലും കഴിഞ്ഞ ദിവസം മുങ്ങിമരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 വിദ്യാർത്ഥികളായിരുന്നു. 3ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ഇടുക്കി മുരിക്കാശ്ശേരി കൊച്ചുകാരോട്ട് ഡോണൽ ഷാജി, സൈബർ സെക്യൂരിറ്റി 1ാം വർഷ വിദ്യാർത്ഥിനിയായിട്ടുള്ള അക്സ റെജി എന്നിവരെയാണ് ശനിയാഴ്ച അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെത്തിക്കെന്ന് പറഞ്ഞാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് സുഹൃത്തിനൊപ്പം വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഡോണൽ ഷാജിയുടെ ചുണ്ടിലും ഇരുചെവികളിലും കണ്ണിലും മുറിവുകൾ ഉണ്ടായിരുന്നു. ഇത് മീൻ കൊത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായെന്ന് പോലീസ് പറഞ്ഞു. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇടുക്കി മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്കും വിട്ടു നൽകി.